അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്നവരെ, അതുപോലെ തന്നെ പല ശരീര ഭാഗങ്ങൾ ബയോപ്സിക്ക് വിട്ടിരിക്കുന്നവരെ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, അവർക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടാൻ, അതുപോലെ തന്നെ ലാബിൽ ടെസ്റ്റിന് പോയിരിക്കുന്ന രക്തവും അതിൻ്റെ കൾച്ചറിങ്ങും അതിന് അനുകൂലമായ ദൈവം പ്രവർത്തിച്ചുകൊണ്ട്
അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന റിസൾട്ട് വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരു രോഗികൾക്ക് ഒരു ഡോക്ടറിനെ തിരഞ്ഞെടുക്കണം, ആരെ എടുക്കണം, ഏത് ആശുപത്രി പോകണമെന്ന് കൺഫ്യൂഷനുള്ളവരെ നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുന്നു. അടിച്ച കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എത്തേണ്ടിടത്ത് തന്നെ എത്തിയെന്ന് നിനക്ക് മനസ്സിലാകാൻ, നിൻ്റെ സമയമോ നിൻ്റെ ധനമോ വേസ്റ്റാകാതിരിക്കുന്നതിന് അനുകൂലമായ പദ്ധതികൾ, ജീവിതത്തിന് ഒരു വരുമാന മാർഗത്തെക്കുറിച്ചാണ് എൻ്റെ ദൈവവൈദ്യരെ നീ ചിന്തിക്കുന്നതെങ്കിൽ, നീ നിൻ്റെ കുടുംബം പാലിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ഒരു വരുമാനം നൽകട്ടെ. പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട്, മറിയം പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി നിന്നാണ് 6 കൊല്ലം കൊണ്ട് തീരേണ്ട വീട് 6 മാസം കൊണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പരമ്പരയായി നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ്. അതെല്ലാം അവകാശമാക്കാനും ഓഹരിയാക്കാനും നിനക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ നയിക്കുക. ആമേൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കൃപയുടെ കാലഘട്ടം ആരംഭിക്കുമ്പോഴാണ് ബലഹീനതയുടെ കാലഘട്ടം. പക്ഷേ നമുക്ക് കൃപയുടെ കാലഘട്ടമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്കത് ഫീൽ ചെയ്യുന്ന ബലഹീനതയുടെ കാലഘട്ടമായിട്ടായിരിക്കും. അത് നിങ്ങൾ ശരിക്കും ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൃപയുടെ കാലഘട്ടം നിങ്ങളവർക്ക് എംപവറിങ് ആയിരിക്കും. അവിടെ സുവിശേഷ വേല, ഇവിടെ സുവിശേഷ വേല, അവിടെ രോഗശാന്തി, ഇവിടെ രോഗശാന്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ശുശ്രൂഷയുടെ കാലഘട്ടമാണ്. കൃപയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബലഹീനതയുടെ കാലഘട്ടമായിരിക്കും. എന്താ കാര്യം? ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. റോമായിൽ ചെന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ച്, ഫ്രാൻസിൽ വെച്ചും ഛർദ്ദിച്ച്, എൻ്റെ കൂടെ കൊണ്ടുവന്ന് വിജയകുമാറിനെ പോലും അറിയിച്ചതില്ല ഞാൻ ഛർദ്ദിച്ച കാര്യം. കഴിക്കണപ്പം തന്നെ ഛർദ്ദിച്ച് പോകും. ഒരു പ്രസവം കഴിയുമ്പോൾ ഞാൻ ഇതൊന്ന് വിറക്കും. എനിക്ക് കാര്യങ്ങളറിയാം. എന്താ കാര്യം? കർത്താവ് എന്നെ ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിടെ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ട് പോലും നമ്മുടെ അനുഭവങ്ങൾ നെഗറ്റീവാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിൻ്റെയും നെഗറ്റീവായിട്ടേ അവർ പറയത്തുള്ളൂ. നെഗറ്റീവാണെന്ന് പറയും. നെഗറ്റീവ് അല്ലത്. അത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ബൈബിൾ ഫോളോ ചെയ്യുന്നൊരു ഫണ്ടമെൻ്റൽ ഫോർമുലയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം. എന്താണ്? ഈ എഫേസ്യൻസ് 2:8 ഓർക്കണം. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാം ഇങ്ങനെ കട്ടിങ് വരും. യോഗ്യതകളുടെ മേലെല്ലാം നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരണത്. സർട്ടിഫിക്കറ്റ് പോലും സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. യാത്ര ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പ്രാർത്ഥിക്കുക, എംപവർ ആകുക, പ്രേ ആൻഡ് ഗെറ്റ് എംപവേർഡ് എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക, എംപവർ ആകുക. കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിൻ്റെ കൂടെ സഹസഞ്ചാരരാകാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ എന്ത് പോയാലും ശരി, വന്നാലും ശരി, ഈ ഡയബോളിക് പേഴ്സണാലിറ്റി കർത്താവ് അംഗീകരിക്കത്തില്ല. എന്താ കാര്യം അറിയാമോ? 18:23 സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. ഡയബോളിക് പേഴ്സണാലിറ്റിയാ ആ സേവകൻ. ഇപ്പൊ അവൻ കുറച്ച് ഡയലോഗ് പറയും. എന്താ പറയണത്?
സേവകൻ വീണ് നമസ്കരിച്ചു, കവന്നടിച്ച് വീണ് പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ സെയിം ആള് തന്നെയാണ്. ഇതാ ഡയബോളിക്. ഒരു വ്യക്തി നാഗവല്ലിയും ഗംഗയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോരുത്തരും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ദ സ്പിരിച്വാലിറ്റി ബിൽറ്റ് അപ്പ് ഓൺ ദ ജെനുവിനിറ്റി. എന്നുവെച്ചാൽ സിംഗിൾ പേഴ്സൺ. ഉടമ്പടിക്കും അങ്ങനെ പ്രശ്നം. ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിന് ഉടമ്പടിക്കാൻ പറ്റത്തില്ല. ഇപ്പം 10,000 താരന്ത് കണ്ട ആളല്ലേ. താരന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണ നാണയമാണ്. ധനാറ വെള്ളി നാണയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേ 10,000 താലന്ത് സ്വർണ്ണ നാണയം ഇളച്ചു കൊടുത്ത ആ ഭൃത്യൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 വെള്ളി നാണയങ്ങൾ തരാനുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ഇവൻ്റെ മട്ട് മാറി. ഇവന് നാഗവല്ലി പുറത്തിറങ്ങി, അവനെ കഴുത്ത് പിടിച്ച് ചിരിച്ച് കണ്ടിച്ച് കളഞ്ഞു. കണ്ടു നിന്ന് അവര് എന്താണ് സംഭവിച്ചത് പറഞ്ഞേ? സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഇതിന്റെ പ്രശ്നം ഈ ജെനുവിൻ അല്ലാത്ത ആളില് ഒരേ വിഷയം കടമാണ്. മുകളിലുള്ള 10,000 താലന്ത് കടം, 100 ധനാറ കടം. അപ്പോൾ ഒരേ ആൾ അവിടെ പോയി പട്ടാങ്ങി പറഞ്ഞ് ഇവിടെ വന്നവൻ്റെ കഴുത്തിന് പിടിച്ചു. ഒരേ സെയിം പേഴ്സണാണ്. ഇത് 2 പേഴ്സൺ ഉള്ളതാണ് വിഷയം. ഈ 2 പേഴ്സൺ ഉള്ള ആൾക്കാരെയാണ് ഈശോ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യണത്. പൗലോസിൽ അല്ല, യോഹന്നാന് 2 പേഴ്സൺ ഉണ്ടായിരുന്നു. തീയും എന്തെങ്കിലും ഇറക്കി നശിപ്പിക്കാൻ വേണ്ടി ആ സമരയെ കൊല്ലാൻ പോകുന്നൊരു പേഴ്സൺ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് നാഥാനിയേലിൽ സിംഗിൾ പേഴ്സണേ ഉണ്ടായുള്ളൂ, യഥാർത്ഥ ഇസ്രയേലിയൻ. ഇവനിൽ കാപട്യമില്ല, ഇവൻ 2 പേഴ്സൺ ഇല്ലെന്ന്. ജെനുവിറ്റി, ഇവന് ഹൈപ്പോക്രസി 2 പേഴ്സൺ ഇല്ല. അപ്പം ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂർദിൽ വെച്ച് അമ്മ പറഞ്ഞെന്താണെന്നറിയാമോ? ഉടമ്പടി എന്ന് ലൂർദിലെ ധ്യാനത്തിൻ്റെ ഭാഗമാണിത് കേട്ടോ. ഉടമ്പടി എന്ന് പറയണത് പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. 2 പേഴ്സൺ പാടില്ലെന്ന്. 2 പേഴ്സൺ ഒരു വ്യക്തിയിൽ 2 പേഴ്സൺ പാടില്ല. 16 താലന്ത് ഇളച്ചു തന്ന ആളുണ്ട്. അപ്പം ഞാൻ നിന്നോട് ആ യജമാനൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതിന്റെ വാക്ക് വായിച്ചേ. യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ 10,000 താലന്ത് എടുത്ത് ഇവന്റെ പിഴക്ക് വെച്ചു കൊടുത്ത് കാരാഗൃഹാധികൃതർക്ക് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗൃഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഡയബോളിക് പേഴ്സൺസ് ആണ്. ഇതിൻ്റെ ഭാഗമാണിത്. അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷം എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഈ സമറിയക്കാരുടെ കഥയിലൂടെയും അതുപോലെ തന്നെ 10,000 താലന്ത് കടം മേടിച്ചിട്ട് 100 ധനാറ തരാതിരുന്നതിൻ്റെ കഴുത്തിൽ പിടിച്ചതിനോടിലൂടെയും ഈ സുവിശേഷമാണ് കർത്താവ് റീച്ച് ചെയ്യിക്കുന്നത്. ഇതെല്ലാം കാണിച്ചിട്ട് പറയും അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ
ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി
അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം.
ഈ 5-ാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ മുഖവാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു.
എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും. എൻ്റെ പേര് ആൻ. ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയുന്നതിനും ജപമാല റാലിയിൽ അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് ന്യൂസിലൻഡിൽ നിന്ന് ഇന്നലെ വന്നു. ഞാനിവിടെ ആദ്യമായി വരുന്നത് 2022 ഡിസംബറിലാണ്. ഞാൻ മേമ്മയുടെ കൂടെയാണ് വന്നത്. അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പുറത്തേക്ക് പോകാൻ കുറേ നാളായിട്ട് 2017 മുതൽ ട്രൈ ചെയ്യുന്നതായിരുന്നു. ഞാൻ UK പോകാൻ നോക്കി, പക്ഷേ കോവിഡ് കാരണം എനിക്കതിന് പോകാൻ പറ്റിയില്ല. പിന്നെ ദുബായിൽ ഞാൻ ജോലി ഇതിനു വേണ്ടി പോയി. ജോലി കിട്ടി, പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് 2 റിജക്ഷൻ വന്നു. അങ്ങനെ ഇനി ഒരു വഴിയും ഉണ്ടായിരുന്നില്ല എൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി പള്ളി പോക്ക് ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ അടിക്കടിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോ തോൽവികൾ വന്നപ്പോൾ ഞാൻ ദൈവമില്ല എന്നൊക്കെ ഉള്ള ഒരു സ്റ്റേജിലെത്തി. അങ്ങനെ ഞാൻ ഇവിടെ അന്ന് മേമ്മയുടെ കൂടെ വന്നപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. പക്ഷേ എനിക്കിവിടെ 10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. ഞാനിങ്ങനെ അതിനോട് പറഞ്ഞു, അവിടെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അത് മാത്രമാണ് എനിക്ക് അവിടെ വന്നിട്ട് ഒരു ഇത് തോന്നിയത്. അപ്പോൾ അവൻ പറഞ്ഞു അത് മാതാവിൻ്റെ പ്രസൻസാണ്. അപ്പം ഞാൻ അവനെ കളിയാക്കി, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ അങ്ങനെ മേമ പക്ഷേ സാക്ഷ്യം പറയാൻ മേമയ്ക്ക് പറ്റിയ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അത് എന്നിലൊരു വിശ്വാസത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റായി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ ഒരു കൺട്രിയിലേക്ക് എനിക്ക് കിട്ടി. ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇട്ടോളാൻ ഏജൻസിക്കാർ പറഞ്ഞു. അങ്ങനെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സാധിക്കും, പ്രയറൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയി. 6 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം പേപ്പേഴ്സ് റെഡിയായി. പക്ഷേ ആ ലാസ്റ്റ് എത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫണ്ട് മെച്യൂർഡ് ആയിട്ടില്ല, 6 മന്ത് മെച്യൂരിറ്റി വേണം, അതായില്ല, അതുകൊണ്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഇൻടേക്ക് നടക്കില്ല എന്നായി. എനിക്കത് ഭയങ്കര വിഷമമുണ്ടായി. കാരണം ഞാൻ ഒരുപാട് ഇത്രയും ട്രൈ ചെയ്തിട്ട് ഒന്നും നടക്കണില്ല എന്നുള്ള കളിയാക്കലുകളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും അറിഞ്ഞു ഇനിയും അടുത്ത അറ്റംപ്റ്റ് ഞാൻ റെഡി ആയെന്നുള്ളതും. അപ്പോൾ എനിക്കത് ഭയങ്കര, ഞാൻ അന്ന് രാത്രി കുറേ കരഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോൽവികൾ മാത്രം വരുന്നത്, ഞാൻ പ്രാർത്ഥിച്ചിരുന്നതല്ലേ, എല്ലാം നല്ലപോലെ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞു. പക്ഷേ അന്ന് രാവിലെ ഞാൻ കരഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയി. ഇനി ഞാൻ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഒരു 4 മണിക്കായി കാണും. അപ്പോൾ എനിക്ക് റൂമിൽ മുല്ലപ്പൂവിൻ്റെ മണം, ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടേക്ക് നോക്കി, എവിടെന്നെങ്കിലും പിള്ളേർ കൊണ്ടിട്ടതാണോ, എനിക്ക് 2 കുട്ടികളുണ്ട്, അപ്പോൾ ഞാൻ അവരാരെല്ലാം കൊണ്ടിട്ടതാണോ. പക്ഷേ വീട്ടിൽ നിന്ന് ആകെ പുറത്ത് പോകുന്നത് ഞാൻ മാത്രം, വേറെ ആരും പോകുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് ഷിപ്പിലാണ്, ഹസ്ബൻഡിൻ്റെ പേരൻസ് ഉണ്ട്, അവർ പ്രായമായതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ അനിയൻ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഞാൻ തലേന്ന് രാത്രി ഇതുപോലെ കരഞ്ഞിട്ട് എനിക്ക് മാതാവ് ഒരു സാന്നിധ്യം കാണിച്ചു തന്നതായിരിക്കാം, എൻ്റെ അവസാനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കാം ഈ ഉടമ്പടി എന്ന് എനിക്ക് അപ്പം തോന്നി. അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇവർ റിജക്ഷൻ ആണ് എന്ന് പറഞ്ഞു. ഐ മീൻ ഈ ഇൻടേക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന ഏജൻസി എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിറ്റേന്ന് അവരുടെ അടുത്ത് പോയി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനി ഒരു 6 മാസം വർക്ക് ചെയ്യണ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും, ജോലി ചെയ്യണ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ആപ്ലിക്കേഷൻ ഇടാം. ഇതൊരു 90% നിങ്ങൾക്ക് റിജക്ഷന് സാധ്യതയുള്ള ഫയലാണ്. കാരണം ഇത്രയും റിജക്ഷൻ ഓൾറെഡി കാനഡ റിജക്ഷനൊക്കെ ഇരിക്കണു. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നിട്ട് പിന്നത്തെ എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാന്നുള്ളതാണ്. പക്ഷേ എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾക്ക് 1 വയസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, മൂത്ത ആൾക്ക് ക്ലാസ്സിൽ പോകുന്നുണ്ട്, അവൾക്ക് 4 വയസ്സും. അപ്പോൾ ഇവർ 2 പേരെയും ഞാൻ എവിടെയും ആക്കാതെ എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. അപ്പോൾ ഞാൻ
ഇങ്ങനെ ഞാൻ ഇവിടെ എറണാകുളത്തൊക്കെ പോയി ഡേ കെയർ, ഒരു വയസ്സായ കുഞ്ഞിനെ ഒരു ഡേ കെയറിലും ഇവിടെ അടുത്തെങ്കിലും എടുക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇവിടെ എറണാകുളത്തൊക്കെ പോയി നോക്കി, പക്ഷേ അത് ഒട്ടും പോസിബിൾ അല്ലാന്ന് തോന്നി. എനിക്ക് ഒരു ലീവ് എടുക്കേണ്ടിയൊക്കെ വന്നാൽ ആരും നോക്കാനില്ല. അപ്പോൾ ഞാനപ്പോൾ അന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഇനി ഒരു ഓപ്ഷനും ഇല്ല. കുഞ്ഞുങ്ങളാക്കാണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ജോലിക്ക് പോകാണ്ട് എനിക്ക് വിസയ്ക്ക് ഇനി അവർ ഏജൻസിക്കാർ വെക്കില്ല എന്നും പറഞ്ഞേക്കണു. അപ്പോൾ ഞാൻ ഈ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാശ് രൂപം എടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണം, കാരണം എൻ്റെ മുമ്പിലുള്ള ഇനി ഒരു വഴിയുമില്ല, ലാസ്റ്റ് ഓപ്ഷനാണിത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അന്ന് എറണാകുളത്ത് ഞാൻ ഇത് പോയി കണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ നാത്തൂൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ഡേ കെയർ ഉണ്ട്, നീ അവിടെ വിളിച്ച് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അവിടെ ഞാൻ മൂത്ത ആൾക്ക് 3 വയസ്സായപ്പോൾ ചെറുതായിരുന്നു, ഇപ്പോൾ 2 വയസ്സായപ്പോൾ ആക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പറ്റില്ല, ആക്കാൻ പറ്റില്ല, 3 വയസ്സാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒന്നുകൂടി വിളിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ചെറിയ കുട്ടീനെ എടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കാം, ആദ്യം നീ വന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ആ ഡേ കെയർ കാണാൻ പോണ സമയത്ത് മൂത്ത ആളുടെ ഇനി എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു പിന്നത്തെ എൻ്റെ ടെൻഷൻ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡേ കെയർ. പിന്നെ അവിടെ പരിചയമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ അവരുള്ളതുകൊണ്ട് എനിക്ക് അതൊരു സേഫ്റ്റി ഓപ്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ മൂത്ത ആൾ എന്ത് ചെയ്യുന്നുള്ളതിന് എനിക്ക് ആൻസറായിട്ട് ഞാൻ അവിടെ ആഫ്റ്റർ കെയർ ഉണ്ടായിരുന്നു. അതായത് ഇവളുടെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ അവിടെ പിക്ക് ചെയ്ത് അവർ നോക്കും 3 മണിക്ക് ശേഷം. അപ്പോൾ എനിക്ക് എൻ്റെ മെയിൻ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ അവിടെ അന്ന് തന്നെ കിട്ടി. അപ്പോൾ എനിക്കതൊരു ടൈം ഷോർട്ടനിങ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അടുത്തത് എനിക്ക് ജോലി എന്നുള്ളതാണ്. ഞാനപ്പോൾ ജോലിക്ക് കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, പക്ഷേ ആരും സമ്മതിക്കണില്ല. കാരണം ഇവളുടെ ഡേ കെയറിൽ നിന്ന് പിക്ക് ചെയ്യണം, എനിക്ക് ഈ ടൈമിന് 5 മണിക്ക് 4:30 വന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഓഫീസ് ടൈം എന്ന് പറയുന്നത് 5 മണിയാണ്. പിന്നെ എനിക്ക് എറണാകുളം സൈഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്കമാലി സൈഡിൽ തന്നെ കിട്ടുകയും വേണം. അങ്ങനെ എനിക്ക് ഒന്നും റെഡി ആവുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ധ്യാനം കേട്ട് തുടങ്ങി. ആദ്യത്തെ ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ ആൻസർ ചെയ്തു. അത് കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അവരെന്നെ ഓക്കെ പറഞ്ഞു. ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ അവരെന്നോട് ഓക്കെ പറഞ്ഞു. അതൊരു ഹിന്ദു ആണ് അവർ. പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, കുഞ്ഞുങ്ങളുള്ളതല്ലേ, നേരത്തെ പൊക്കോ, ലേറ്റായി നേരത്തെ കുഴപ്പമില്ല. അത്ര എനിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് എനിക്ക് ജോലിക്കും കിട്ടി. അങ്ങനെ എനിക്ക് ഒരു 6 മന്ത് പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ മുഴുവൻ എനിക്ക് എൻ്റെ ലൈഫ് ശരിക്കും വെൽ ഓറിയൻറ്റഡ് ആയി. രാവിലെ 5:30 എഴുന്നേൽക്കണു, ഇവർക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണു, സെയിം ടൈം ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കണു, ബൈബിള് കേട്ട് തുടങ്ങി. കാരണം എന്നിൽ വിശ്വാസം വന്നു തുടങ്ങി. അത്രയും നാളും എൻ്റെ ഒന്നുമില്ലാതെ ഇരുന്നതാണ്. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു നല്ല ഓറിയൻറ്റഡ് ആയി ലൈഫ്. പിന്നെ ഒരു നവംബറായി അടുത്ത വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു. നവംബറായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഷിപ്പിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞങ്ങളിവിടെ ഉടമ്പടി പുതുക്കാൻ ഞങ്ങൾ ഒരുമിച്ച് വന്നു. അത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ക്യാരിങ് ആണെന്നുള്ളത്. അപ്പോൾ ഇനി വിസ ജനുവരിയിലാണ് അതിൻ്റെ റിസൾട്ട് വരിക. വിസ വരുമ്പോൾ ഞാൻ ക്യാരിങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോകാൻ നോക്കണത്, മാസ്റ്റേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ക്യാരിങ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് ഒരു ഐഡിയയും ഇല്ല അവിടെ ചെന്നിട്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഒരിക്കലും കുഞ്ഞ് വേണ്ട എന്നൊരു ഓപ്ഷൻ ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യില്ല. ഈവൻ വിസ കിട്ടിയാലും ഞാൻ കുഞ്ഞിനെ തന്നെ ചൂസ് ചെയ്യാനുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു ജനുവരിക്ക് ആയി കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ ഒരു പാറയുടെ പുറത്തിരിക്കണു, ഇങ്ങനെ കുറേ ആളുകൾ കേൾക്കാനിരിക്കണു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്നോടായിട്ട് പറഞ്ഞു, സ്ത്രീയെ നീ ഭാഗ്യവതിയാണെന്ന്. അപ്പം എനിക്ക് ഇങ്ങനെ അച്ഛൻ ഇവിടെ പറയുന്നോടൊന്നും അങ്ങനെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കണം അതൊക്കെ എനിക്ക് അത്ര ഇതുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ ഈ ഇത് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു അതെങ്ങനെ നടക്കുക, കാരണം ഞാൻ ക്യാരിങ് ആണ്, എനിക്ക് വിസ വന്നാൽ പോലും പോകാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ഇത് വിട്ടു. ജനുവരിയിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ വന്നു കഴിഞ്ഞ് ഞാനപ്പോൾ ഏജൻസിനെ വിളിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു ഇങ്ങനൊരു കേസ് അവർക്ക് അറിയത്തില്ല, ഇങ്ങനെ ക്യാരിങ് ആയിട്ട് ഇവിടുന്ന് പോയാണ് സ്റ്റുഡൻസിനൊന്നും പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പോകാൻ, കാരണം ഇത്രയും ഞാൻ റിജക്ഷൻ വന്ന് ഞാൻ ഇത് ചെയ്തിരിക്കുന്ന ടൈമാണ്, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എന്നിട്ട് ഇവിടെ വന്നു, ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നു. പക്ഷേ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ സാക്ഷ്യം പറഞ്ഞാലും എനിക്കിപ്പോൾ ഞാൻ ചെന്നിട്ട് തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ എന്നെ വിശ്വസിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നെയും കളിയാക്കും, ഇവിടുത്തെ വിശ്വാസം ഇല്ലാണ്ടാവും. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു നിനക്ക് വിശ്വാസമില്ലേ, നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒരു തോട്ട് നിൻ്റെ മനസ്സിലല്ല, നീ പോയി നീ ഇത് നേടി വന്നിട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതി എന്ന് അന്ന് സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു.
പക്ഷേ ഞാൻ അങ്ങനെ പോകാൻ റെഡി, ആരോടെങ്കിലും എനിക്കിത് ഞാൻ അതിനൊപ്പം കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ക്ലീനിങ് സ്റ്റാഫിന് ആ ടൈമിലൊക്കെ ആകെ സൺഡേ ആണ് എനിക്ക് ലീവ് ഉള്ളത്. സൺഡേ ഞാൻ കുഞ്ഞിനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ ആ ഒരു സൺഡേ കാരുണ്യപ്രവർത്തികൾക്ക് പോകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയി ഫുഡ് വാങ്ങി കൊടുക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വിസ വന്ന് പോവാറായി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞു എനിക്കിങ്ങനെ വിസ വന്നു എന്നും പറഞ്ഞ് ഞാൻ അവർക്ക് ഫുഡ് വാങ്ങി കൊടുത്തു. ഞാൻ അവിടെ അവരുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു. ഒരു 30 സ്റ്റാഫുകളുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ലെങ്കിലും. അങ്ങനെയാണ് ഞാൻ കയറിപ്പോയത്. അത് കഴിഞ്ഞ് അവിടെ ചെന്നു ഞാൻ അവരെ യൂണിവേഴ്സിറ്റി ഇൻഫോം ചെയ്തു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കട്ടെ ഡെലിവറി ടൈം വന്നത് എപ്പോഴാണ് നോക്കട്ടെ. കറക്റ്റ് എൻ്റെ ഡെലിവറി ടൈം വന്നത് അവിടെ എനിക്ക് വെക്കേഷൻ വന്ന ടൈമായിരുന്നു. ഒരു 1.5 മാസം എനിക്ക് റെസ്റ്റ് കിട്ടുന്ന ടൈമിലാണ് എനിക്ക് ഈ ഡെലിവറി ടൈം വന്നത്, എക്സാമിൻ്റെ ബ്രേക്ക്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിനക്കിത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് പിന്നെ എനിക്ക് പേപ്പേഴ്സ് ഞാൻ സെലക്ട് ചെയ്തതിൽ എഞ്ചിനീയറിങ്ങിൻ്റെ പേപ്പേഴ്സ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഒരു പേപ്പർ ആദ്യം ഇവർക്ക് നമുക്ക് കുറച്ച് ടൈം ഒരു 1 വീക്ക് അവർ ടൈം തരും. ആ പേപ്പർ ഓക്കെ ആണെങ്കിൽ അതായിട്ട് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഞാനിത് എടുത്തപ്പോൾ എനിക്ക് അത് ഈസി ആയിരുന്നു. എർത്ത് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ട് തോന്നി. ആ തിയറി ആയിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരതിൻ്റെ കാൽക്കുലേഷൻ പാട്ട് അത് എനിക്കത് ഫോളോ ചെയ്യാനേ പറ്റുന്നുണ്ടായില്ല. കാരണം അവിടെ ബാച്ചിലർ ഡിഗ്രി ചെയ്യുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ മാസ്റ്റേഴ്സിൽ വന്നത്. ഒരു തരത്തിലും എനിക്ക് 100% ഉറപ്പ് ഞാൻ ഫെയിൽ ആവുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു 2.5 ലക്ഷം രൂപ എക്സ്ട്രാ ഫീസ് അടച്ച് വേറെ പേപ്പർ എടുക്കാം. അപ്പോൾ എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ഞാനപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം എൻ്റെ വിസേനെ അഫക്റ്റ് ചെയ്യും, അതല്ല ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാനപ്പോൾ കാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റിൽ ഇട്ടു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും മെഡിക്കൽ റീസൺ ഉണ്ടെങ്കിൽ നമുക്കിത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ പ്രഗ്നൻസി എന്നുള്ളത് വെച്ചു എനിക്ക് ഇത് ഭയങ്കര സ്ട്രെസ് ആവണു, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവർ അത് ആ പേപ്പർ ഫീസൊന്നും കൂടാതെ എനിക്ക് അവർ ചേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. പിന്നീട് വേറെ ഒരു എന്ന് പറയുന്നത് കുഞ്ഞെനിക്ക് ആൺകുട്ടിയായിരുന്നു. എനിക്ക് മൂത്തത് 2 പെൺകുട്ടിയാണ്, 3ാമത്തെ ആൺകുട്ടിയായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു പേപ്പറും എനിക്ക് ഞാൻ ഫെയിലാവുന്ന നല്ല പോലെ എനിക്ക് മാർക്ക് എനിക്ക് എക്സാം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതും ഇതുപോലെ തന്നെ ഞാൻ അടുത്ത സെമ്മിലായിരുന്നു. ഞാൻ ഇതുപോലെ പ്രയർ റിക്വസ്റ്റ് ഇട്ടു, അതും എനിക്ക് പാസ്സാവാൻ പറ്റി. അങ്ങനെ ത്രൂ ഔട്ട് എൻ്റെ ഡെലിവറിക്ക് 2 ആഴ്ച മുന്നാണ് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും അവിടെ ജോയിൻ ചെയ്യുന്നത്. അതുവരെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിലെ പ്രയർ ചെല്ലുന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ കാണുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഒരു നല്ല ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഉടമ്പടി കാലത്തിലായിരുന്നു എൻ്റെ ലൈഫ് ഏറ്റവും വെൽ ഓറിയൻറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടൈം. ഇപ്പോൾ ഞാൻ ന്യൂസിലൻഡിൽ എൻ്റെ പിള്ളേരും ഹസ്ബൻഡും ഒപ്പം ഒരുമിച്ച് ഞാൻ സ്വപ്നം കണ്ട പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം മാതാവും ഈശോ വഴി എനിക്ക് സാധിച്ചു തന്നു. അതിന് വലിയൊരു നന്ദി. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നേർച്ച വസ്തുക്കൾ ഞാൻ ഈ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തടസ്സങ്ങളായിരുന്നു. ഞാനപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കൈയുടെ വിരൽ നിവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് ഇവിടുത്തെ എണ്ണ വെച്ചിട്ട് ഞാൻ അത് ചെയ്ത് അവളുടെ ഉടമ്പടി തൈലം വെച്ചിട്ട് 2 വിരലും അവളുടെ നേരെ സ്ട്രെച്ചായിട്ട് വന്നു. പിന്നെ അങ്ങനെ ഞാൻ ഇപ്പോൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് എല്ലാ സൺഡേയും ഞാൻ പോവായിരുന്നു. എനിക്ക് വിസ വരുന്നത് വരെയുള്ള ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോവുക, അവിടെ പേപ്പർ കൊടുക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക. പിന്നെ അടുത്തൊരു ചെറിയ കുഞ്ഞുങ്ങൾ ഉള്ള ഒരു ന്യൂ ബോൺ ബേബീസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന അത്രയും മാക്സിമം ഞാൻ എല്ലാ സൺഡേയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഞാൻ ഒരു 4 പ്രാവശ്യമായിട്ട് ഞാൻ ഫുഡ് കൊടുക്കുമായിരുന്നു. ഈ രോഗികൾക്ക് ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ വിസ വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് കുറേ പേപ്പർ വാങ്ങിയിട്ട് പോയി. ഞാൻ കണ്ട എല്ലാവർക്കും ഓരോ ലഡും ഈ പേപ്പറും കൊടുത്തു. എന്നിട്ട് എനിക്ക് ഇങ്ങനെയായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. ഇപ്പോൾ ഞാൻ പോവാണ് നാളെയെന്നും പറഞ്ഞ് പോണേൻ്റെ തലേന്ന് ഞാൻ ക്യാരിങ് ആയിരുന്നു. എന്നിട്ടും 2-ാം മാസം എന്നിട്ടും ഞാൻ പോയി പറയുന്നു. കാരണം എൻ്റെ മുമ്പിൽ എല്ലാം വഴികളും അടഞ്ഞു. ഒരാൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത സ്റ്റേജിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എനിക്കൊരു വഴി കിട്ടിയത് ഇവിടെ നിന്ന് മാത്രമായിരുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. സങ്കീർത്തനം 25:12 കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരിഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, അനു ഫ്രാൻസിസിൻ്റെ സാക്ഷ്യം
ഉടമ്പടി ജീവിതത്തിൽ അവരൊന്ന് ഉഴപ്പി നോക്കി. അവിടെയെങ്ങും ഒരു രക്ഷയുമില്ലായിരുന്നു. ആദ്യമായി മേമ്മയുടെ കൂടെയാണ് കൃപാസനത്തിലേക്ക് വന്നത്. മേമ്മയുടെ സാക്ഷ്യം പറഞ്ഞു കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്നു. ഉടനെ അമ്മ സുഗന്ധ അഭിഷേകം കൊടുത്തു. അതും അത്ര കാര്യമായൊന്നും സ്വീകരിച്ചില്ല. എന്നാൽ ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയോ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്തോ, അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ മോളുടെ കൂടെ നടന്നു. ആ 2 മക്കളെ എവിടെയെങ്കിലും ഓൾഡേജ് ഹോമിലോ എവിടെയാണോ കുഞ്ഞിനങ്ങളെ എവിടെ നിർത്തി പഠിപ്പിക്കാനുള്ള വഴികൾ നോക്കിയിട്ട് വിദേശത്ത് പോകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വീണ്ടും 3ാമതൊരു ക്യാരിങ്ങായി. അത് കണ്ട് സ്വപ്നത്തിൽ അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് പറഞ്ഞു, നീ സ്ത്രീകളിൽ ഭാഗ്യവതിയാണെന്ന്. സ്ത്രീയെ നീ ഭാഗ്യവതിയാണെന്നു അച്ഛൻ പറഞ്ഞു. അതെന്താണെന്നറിയാതെ വിഷമിച്ചു. അതാണ് ഭാഗ്യവതിയായിട്ട് വിദേശത്തിന് പോകാനൊത്തത്. ഉടമ്പടി ജീവിതം അവൻ പറയുന്നത് പോലെ ചെയ്തു. അമ്മയുടെ സ്നേഹത്തിലേക്ക് കടന്നു ചെന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചു. ഉടമ്പടിയിൽ അവൻ പറയുന്നത് പോലെ ചെയ്തു. പരിശുദ്ധ അമ്മ അവർക്ക് വൻ കാര്യം ചെയ്തു കൊടുത്തു. ആ ഭാഗ്യവതി എന്നുള്ള വാക്ക് അവളുടെ മനസ്സിൽ കിട്ടിയത് മുതൽ ഉടമ്പടി ജീവിതത്തിൽ ഉടനടി പരിഹാരവും കിട്ടിത്തുടങ്ങി. കാരണം ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ആ മോളെ ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് പറയാനിടയായി. അവൾക്കൊരിക്കലും സാധിക്കില്ലായിരുന്നു കരുതി 2.5 ലക്ഷം രൂപയോളം അടയ്ക്കേണ്ടി വന്നു. എന്നാൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു മെഡിക്കൽ ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതായിരുന്നു ആ മോളുടെ സന്തോഷത്തിന് കാരണമായത്. ആ കുഞ്ഞുണ്ടായിരുന്നപ്പോൾ അവൾക്ക് കൊടുത്ത പൈസ എല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടനടി പരിഹാരം. നീതിമാന്മാർ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. അനു ഫ്രാൻസിസിനെ പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം.